അപ്പോൾ എവരിഡേ മേക്കപ്പിൽ SPF ആണ് നമ്മളെപ്പോഴും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രൂഡർമ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. ട്രൂഡർമ SPF 50. അതൊരു സിലിക്കൺ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ സിലിക്കൺ ബേസ്ഡ് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന മേക്കപ്പ് നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യും. ഇപ്പോൾ കുറേ ടൈപ്പ് സൺസ്ക്രീൻസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇപ്പോൾ ക്രീം ബേസ്ഡ് അവൈലബിൾ ആണ്, ഓക്കെ, ഓയിൽ ബേസ്ഡ് അവൈലബിൾ ആണ്. അപ്പോൾ കുറേ ടൈപ്പ്, പിന്നെ സ്പ്രേസ് ഇപ്പോൾ വരുന്നുണ്ട്, സൺസ്ക്രീൻ സ്പ്രേസ് ഇപ്പോൾ വരുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ സ്കിന്നിനും നമ്മുടെ പോക്കറ്റിനൊക്കെ അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഈ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കൊണ്ട് തന്നെ സിലിക്കൺ ബേസ്ഡ് ആയതുകൊണ്ടിട്ട് നമ്മളുടെ മേക്കപ്പ് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. പിന്നെ ഇത് എന്ന് വെച്ചാൽ നമുക്ക് ക്രീസ് ചെയ്യുന്നതാവില്ല. അപ്പോൾ നോർമലി സൺസ്ക്രീം ഒക്കെ ഇട്ട് ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ഒരു ക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഇതിനങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ സ്കിൻ ഭയങ്കര സ്മൂത്ത് ആൻഡ് ഈവൺ ആവും നമ്മുടെ സ്കിൻ. ഇത് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണല്ലോ. അത് നമുക്ക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ ഭയങ്കര സ്മൂത്ത് ആവും. നമ്മൾ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്ലോ കിട്ടും. നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും സ്കിന്നിന്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 899 rupees ആണ്. ഇതിപ്പോൾ നമുക്കിവിടെ ഷോപ്സിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാനിത് ഓൺലൈനാണ് മേടിച്ചത്. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണത് കേട്ടോ. നമുക്ക് SPF ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. SPF നമ്മൾ എല്ലാ ഭാഗത്തും തേക്കണം. ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ ചെയ്യണുള്ളൂ. ഇപ്പോൾ ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് തന്നെ ഫേസിൽ മാത്രമേ ചെയ്യണുള്ളൂ. നമ്മൾ നെക്കിലും ഇയേഴ്സിലൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. എന്നോട് പറഞ്ഞു, ഞാൻ അറിയാതെ തേച്ചു പോയി. നല്ലപോലെ എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്യാം. നമ്മളുടെ ബോഡി ഇപ്പോൾ സണ്ണിൽ എക്സ്പോസ്ഡ് ആവുന്ന സ്ഥലത്തൊക്കെ നമ്മൾ SPF യൂസ് ചെയ്യണം എന്നാണ്. ഇപ്പൊ കണ്ടിട്ടില്ലേ, ഇപ്പൊ സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കൈക്ക് ഇപ്പൊ കുറച്ച് ടാൻഡ് ആയിരിക്കും, കളറൊക്കെ വ്യത്യാസം വരും. അപ്പൊ അത് നമ്മൾ SPF യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് അത് വരുന്നതാണ്. അപ്പൊ നമ്മൾ സൺ എക്സ്പോസ്ഡ് ആവുന്ന ആ എല്ലാ ഏരിയാസിലും നമ്മൾ സൺസ്ക്രീൻസ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഗ്ലോസി ഡ്യൂയി മേക്കപ്പ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സമ്മർ സീസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഗ്ലോസി, ഒരു ഹെൽത്തി ഗ്ലോ വരുന്ന ടൈപ്പിലുള്ള ഒരു എവരിഡേ മേക്കപ്പാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സൺസ്ക്രീൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ ഇത് ബിയാൻഡിയുടെ ഒരു പ്രൊഡക്റ്റാണ്, ഒരു ഹൈലൈറ്റർ ആണിത്. ഓക്കെ, അപ്പോൾ ഈ ഹൈലൈറ്റർ നമ്മൾ ഹൈലൈറ്റഡ് ഏരിയാസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കുറച്ചെടുക്കുക. ഇപ്പോൾ ഇത്രയും ഞാൻ പ്രൊഡക്ട്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഹൈലൈറ്റഡ് ഏരിയാസിൽ നമ്മൾ കുറച്ചത് തേച്ച് കൊടുക്കുക. ബ്രോ ബോൾ, ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റഡ് ഏരിയാസ് കേട്ടോ. സ്പ്രെഡ് ചെയ്ത് ഭയങ്കരമായിട്ട് ഇല്ലൂമിനേറ്റഡ് ആവും നമ്മുടെ ആ ഏരിയാസ്, ആ പെർട്ടിക്കുലർ ഏരിയാസ്. മറ്റുള്ള സ്ഥലങ്ങളിൽ കുറച്ച് സ്പ്രെഡായ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇപ്പം ആ ഒരു ഗ്ലോ നമുക്ക് വന്നിട്ടുണ്ട്, നല്ലപോലെ ഗ്ലോ വന്നിട്ടുണ്ട്.
ഇതുപോലെ നെക്കിലൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ നെക്കിൽ ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ബ്ലാക്ക് ആയിട്ടേക്കണം. അപ്പോൾ ഇത് പുതിയ ടീഷർട്ടാണ്, അത് ആയാലും പോകില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നെക്കിൽ ചെയ്യാത്തത്. നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മീഡിയം കവറേജ് ഫൗണ്ടേഷൻസ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ മീഡിയം കവറേജ് ഫൗണ്ടേഷനാണ് നമുക്ക് ഡെയിലി വെയറിന് എപ്പോഴും നല്ലത് കേട്ടോ. ഫുൾ കവറേജിൻ്റെ ആവശ്യമില്ല. ഫുൾ കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇപ്പോൾ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്യുന്നത് ഫുൾ കവറേജ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ കവറേജ് എന്ന് പറയുമ്പോൾ നല്ല കവറേജാണ്, അത്യാവശ്യം നല്ല കവറേജ്. കാരണം നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സ്പെഷ്യലി ഇപ്പോൾ കൺസീലറിൻ്റെ ആവശ്യം വരില്ല ഫുൾ കവറേജ് ആണെന്നുണ്ടെങ്കിൽ. പിന്നെ ഭയങ്കരമായിട്ട് മേജർ ഇഷ്യൂസ് ഉള്ള സ്കിൻസിനാണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് കൺസീലർ ഇട്ട് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ മീഡിയം കവറേജ് ഫൗണ്ടേഷനാണ് എപ്പോഴും ഡെയിലി വെയർ നല്ലത്. ഇന്നിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് NYXൻ്റെ പ്രൊഡക്റ്റാണ്. ഇത് ടോട്ടൽ കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷനാണ്. ഇത് ഒരു വാട്ടർ ബേസ്ഡ് പ്രൊഡക്റ്റാണ്. കാണിച്ചു കേട്ടോ, ഒരു ഫില്ലർ ഉണ്ട്, ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഞാനിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഇതിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഫേസിൽ. കാരണം എവരിഡേ മേക്കപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറേ ബ്രൈറ്റ്നെസ്സിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സെയിം ടൈം ആ ഒരു ഹെൽത്തി ഗ്ലോ എപ്പോഴും നമ്മുടെ ഫേസിൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ മിനിമലായിട്ടാണ് ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മെത്തേഡ്സ് കുറേ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്യൂട്ടി ബ്ലെൻഡർ ഇട്ട് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഫൗണ്ടേഷൻ ബ്രഷസ് ഉണ്ട്, അതുപോലെ നമുക്ക് ഇട്ടിട്ട് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഈ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇത് പ്രോപ്പർ ആയില്ലെങ്കിൽ മാത്രം ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ ഇട്ടിട്ട് ഞാൻ കുറച്ച് എക്സസ് എല്ലാം ഒന്നുകൂടി ഒന്ന് അകത്തേക്ക് ഫില്ല് ചെയ്യും കേട്ടോ. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ബേക്കിംഗ് പൗഡർ. ഇത് ഇതുപോലെ ഭയങ്കര റീസണബിൾ ആണ്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 700 റുപ്പീസാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് കേട്ടോ. ഇത് അഫോർഡബിൾ ആണ്. ഇതിപ്പോൾ നൈക്കയിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ ബ്രഷാണ് യൂസ് ചെയ്യണേ. ഇതിപ്പോൾ PXയുടെ 396 ആണ് ബ്രഷ്. അതായത് ലൂസ് പൗഡർ നമ്മൾ എടുക്കുമ്പോൾ വളരെ കുറച്ചെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ, കുറേ എടുക്കണ്ട, വളരെ കുറച്ചാണ് എടുക്കണേ. എല്ലായിടത്തും നല്ലപോലെ ബേക്ക് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ഡെയിലി മേക്കപ്പിൽ നമുക്ക് വേണമെങ്കിൽ ബ്ലഷ് ഇടാം, വേണ്ടെങ്കിൽ ബ്ലഷ് ഇടണ്ട, ഇറ്റ്സ് അപ് ടു യു. വേണമെങ്കിൽ കോൺട്യൂർ ചെയ്യാം, കോൺട്യൂർ ചെയ്യണ്ട. ഇപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഐ ഷാഡോ യൂസ് ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് മസ്കാര, പിന്നെ ഐബ്രോ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ലാഷസ് വേണമെങ്കിൽ വെക്കാം. ഐ മീൻ ഇപ്പോൾ നാച്ചുറൽ ലാഷസ് അവൈലബിൾ ആണ്, ഹ്യൂമൻ ലാഷസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അതിപ്പോൾ നമുക്ക് ഭയങ്കര തിന്നാണ് ആ ലാഷസ് എന്ന് പറയുമ്പോൾ. അത് നമുക്ക് വാങ്ങിച്ചാൽ എന്താ പറയുക, ഒരു 15-20 ടൈംസ് ഒക്കെ നമുക്കത് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാം.
അപ്പോൾ അതിപ്പോൾ യൂറോ പാരീസ് പിന്നെ ഇത് PAC അതിനൊക്കെ അവൈലബിൾ ആണ്. ഹ്യൂമൻ ഹെയർ ലാഷസ് അതിന് ടൈപ്പ് വന്നിട്ട് സിന്തറ്റിക് ഉണ്ട്. സിന്തറ്റിക് എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് ഹെവി ആയിരിക്കും കണ്ണിൽ, അപ്പം നമുക്ക് എവറിഡേ യൂസ് ചെയ്യാൻ പറ്റില്ല. നാച്ചുറൽ ലാഷസ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഐ ലാഷസ് പോലെ തന്നെ ഇരിക്കും, ഭയങ്കര തിന്നായിരിക്കും അത്. എന്നിട്ട് അതിൽ കുറച്ച് മസ്കാര ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഐ ഷാഡോസ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. ഇപ്പോൾ ഇന്ന് ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു പാലറ്റാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ന്യൂട്രൽസ് റീലോഡഡ് എന്നാണ്, ന്യൂട്രൽസ് റീലോഡഡ് 2 എന്നാണ്. ഓക്കെ, ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ന്യൂട്രൽ ഷെയ്ഡ്സും ഉണ്ട്. നമുക്ക് എവറിഡേ യൂസ് എന്നറിയാമല്ലോ, നമുക്ക് ഒരുപാട് അങ്ങോട്ട് ഭയങ്കര ഒരു ജങ്കി ഫ്രൂട്ട്ഫുൾ കളേഴ്സൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഈ ന്യൂട്രലായിട്ടുള്ള ഏതെങ്കിലും ഷെയ്ഡ് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റാൻഡംലി ചൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ലിപ്സ്റ്റിക് ഓൾമോസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാൻ വേണ്ടി പോവാം. കുറച്ചൊരു മാച്ച് ആയിട്ട് കിട്ടുന്ന വെച്ചിട്ട് ഫിംഗേഴ്സ് കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാം. ഭയങ്കര ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാം ഫിംഗേഴ്സ് വന്നിട്ട്, പിന്നെ പ്രൊഡക്റ്റ് വേസ്റ്റ് പോകില്ല. ഓക്കെ, ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ലാഷ് കേൾ ചെയ്യും. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ വേണം അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ എല്ലാവരും കോണ്ടൂർ ഒന്നും ചെയ്യില്ല, ഡെയിലി ബ്ലഷസ് ഒന്നും എല്ലാവരും യൂസ് ചെയ്യില്ല. ബ്ലഷസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ ലാഷ് ഒന്ന് കേൾ ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ ഒറിജിനൽ ലാഷ് കേട്ടോ. ഞാൻ പറഞ്ഞു ഐ ലാഷസ് ഞാൻ വെച്ചിട്ടില്ല, പക്ഷേ വെക്കും ഞാൻ കുറച്ച് കഴിയുമ്പോൾ. നല്ലപോലെ മസ്കാര യൂസ് ചെയ്യണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ലാക്മിയുടെ ഐക്കോണിക് മസ്കാരയാണ്. കുറേ ഉണ്ട് മസ്കാരൻ്റെ അടുത്തൊരു ലോഡ് ഉണ്ട്. ഈ ഷൂട്ടായതുകൊണ്ടിട്ട് മാത്രം ഞാൻ വിചാരിച്ചു കുറച്ച് എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ എപ്പോഴും എവറിഡേ ഞാൻ എവിടെ പോയാലും യൂസ് ചെയ്യുന്ന സാധനമാണ്, വിച്ച് ഈസ് NYX ഐബ്രോ മസ്കാര. എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ് കിട്ടുന്ന ഒരു പാർട്ടെന്ന് പറയുന്നത് ഐബ്രോസാണ്. എനിക്ക് കുറേ ആൾക്കാർ പറയാറുണ്ട് എൻ്റെ അടുത്ത് ഭയങ്കര നല്ല ഐബ്രോസാണ്, ഭയങ്കര ഭംഗിയുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഞാനത് പ്രോപ്പറായിട്ട് ത്രെഡ് ചെയ്ത് നല്ലപോലെ ഗ്രൂം ചെയ്ത് വെക്കപ്പെടും. എന്നിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഞാൻ ഈ മസ്കാര വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ഈസിയാണ് സെറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലിപ് ലൈനറാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വിത്തൗട്ട് ലിപ് ലൈനേഴ്സാണ് ഇപ്പോൾ ട്രെൻഡ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് വിത്തൗട്ട് ലിപ് ലൈനർ ആണെങ്കിലും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം, വിത്ത് ആണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ഷേപ്പ് ലിപ്പിനില്ലാന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ലിപ് ലൈനർ യൂസ് ചെയ്യണം. ഓക്കെ, ലിപ് ലൈനർ യൂസ് ചെയ്ത് നല്ലപോലെ ഡിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക് അതിൽ ഫിൽ ചെയ്യണത് കേട്ടോ.
ഞാനിപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ LA Pearlന്റെ ലിപ് ലൈനറാണ്. ഷെയ്ഡ് നമ്പർ ഒരു ഫിയറി എന്ന് പറഞ്ഞിട്ടൊരു കളറാണ്. ഓക്കെ, ഒരു നിയോൺ ലിപ് ലൈനർ എന്ന് പറയും. ഭയങ്കര ജ്യൂസി ഷെയ്ഡ്സ്. നമുക്ക് സമ്മറിൽ നമ്മൾ കുറച്ച് ബ്രൈറ്റർ ഷെയ്ഡ്സാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, ഒരു ബ്രോൺസി ഗ്ലോയി ഡ്യൂ ലുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ജ്യൂസി ഷെയ്ഡ്സൊക്കെ നമുക്ക് ലിപ് ഷെയ്ഡ്സ് ആയാലും നമുക്ക് ഐ ഷാഡോസ് ആയാലും യൂസ് ചെയ്യാം. പിന്നെ ഓഫീസിലൊന്നും നമുക്ക് അതിട്ടിട്ട് പോകാൻ പറ്റില്ല, അറിയാമല്ലോ. ഓഫീസിൽ എല്ലാ വീഡിയോസ് ചെയ്യണമെങ്കിൽ ഞാൻ ഓർക്കാറുണ്ട് കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യണമെന്ന്. പക്ഷെ എപ്പോഴും ഞാനത് മറന്നു. നിങ്ങൾ മറക്കരുത്. കാരണം നമുക്ക് ലിപ് ബാം നമ്മൾ ഇട്ട് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ലിപ്പ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവും. നമുക്ക് ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആ ലാസ്റ്റ് ടൈമിൽ ലിപ്സ്റ്റിക് ഇടുന്നതിന് തുടച്ച് മാറ്റാം കേട്ടോ. കുറച്ചുകൂടെ നല്ലൊരു സ്മൂത്ത് ആൻഡ് ലൈവ് ആയിരിക്കും, ഒരു ഹെൽത്തി ഒരു ഫീൽ ഉണ്ടായിരിക്കും. ഞാനത് മറന്നു. എൻ്റെ ലിപ്പ് പൊതുവെ ഒരു ഡ്രൈ ലിപ്പാണ്. ഞാനിപ്പോൾ ലിപ് ലൈനർ മാത്രം ഇട്ടു. ഇനിയിപ്പോൾ അടുത്ത ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ കൂടെ കുറച്ച് ലിപ് ഗ്ലോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. നമുക്ക് മാറ്റ് ലിപ്സ്റ്റിക്കാണ് എപ്പോഴും നല്ലത് ഡെയിലി യൂസിന്. മാറ്റ് ലിപ്സ്റ്റിക് ആകുമ്പോൾ നമുക്ക് കുറച്ച് അധികം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ലിപ് ഗ്ലോസ് നമുക്ക് ഇടാം. ലിപ് ഗ്ലോസ് ഇപ്പം ഞാനിപ്പോൾ ലിപ് ബാം ഇട്ട് ലിപ് ലൈനർ ഡിഫൈൻ ചെയ്തിട്ട് ഞാനിപ്പോൾ ലിപ് ഗ്ലോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലിപ് ഗ്ലോസ് ഇടുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഇടാതിരിക്കാം, ഭയങ്കര മിനിമലായിട്ട് ഇടുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിട്ട് ലിപ് ഗ്ലോസ് എന്ന് പറയുന്നത് ബോബി ബ്രൗണിൻ്റെ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. 1700 രൂപയാണ് ഇതിൻ്റെ വില ലിപ് ഗ്ലോസ്. നിങ്ങൾക്കിപ്പോൾ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പലർക്കും പല രീതിയിലാണല്ലോ. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ ലിപ്സ്റ്റിക് മസ്കാരയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. കാരണം യൂട്യൂബിൽ ഞാൻ കുറച്ച് വേറെ വീഡിയോസ് കണ്ടായിരുന്നു. അഫോർഡബിൾ മേക്കപ്പ് വർത്ത് 150 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ മേക്കപ്പ് കണ്ടു. അപ്പോൾ അതിൽ നിന്ന് ചില അവർ വ്യൂവേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിക്കും. കാരണം ഏറ്റവും ലോക്കൽ പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിന് അത് എങ്ങനെ ഹാം ആവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. അറിയാലോ എങ്ങനത്തെ എന്തെല്ലാം കെമിക്കൽസാണ് അവർ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കൊള്ളാവുന്നൊരു ബ്രാൻഡ്, ഒരു മിനിമം ഒരു ലാക്മി, മേബിലിനൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഫേസ് സ്കാനർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ബ്രാൻഡ് ഉണ്ട്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. കുറേ ഒരു ഭയങ്കര ഒരു വൈഡ് റേഞ്ച് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് അവർക്ക്. അപ്പോൾ കുറേ നല്ല ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അതിപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കുറേ കൗണ്ടേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ആൻഡ് ഗ്ലോ പോലെയുള്ള ഷോപ്സ് ഒക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കുറേ സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ഉണ്ടാകും. കളർ ബാറിന് കൗണ്ടർ, മേബിലിൻ, ലാക്മി, അങ്ങനെ കുറേ കൗണ്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ പോയി നമ്മളുടെ സ്കിന്നിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഓക്കെ അത് സൂട്ടബിൾ ആണെങ്കിൽ മാത്രം മേടിക്കുക. കാരണം ഇപ്പോൾ ഈ വീഡിയോസിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കണേ. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ എപ്പോഴും ട്രൈ ചെയ്യുക. കൗണ്ടറിൽ പോയിട്ട് നിങ്ങളുടെ സ്കിന്നിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് മാത്രം മേടിക്കുക. കളേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാ കളേഴ്സും ഇപ്പോൾ ഈ കളേഴ്സ് ഇപ്പോൾ എല്ലാവർക്കും സൂട്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് സൂട്ട് ചെയ്യുന്ന കളർ നോക്കി മേടിക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പറഞ്ഞില്ലേ ഒരു ഗ്ലോയി മേക്കപ്പാണെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഗ്ലോ ഓൾറെഡി ഫേസിലുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇട്ട ബിയാനിയുടെ ആ ഒരു ഷിമ്മറിൻ്റെ ആ ഒരു ഷൈൻ നമ്മുടെ ഫേസിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ തന്നെ പാർട്ടി മേക്കപ്പ് ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കോണ്ടൂർ എക്സ്ട്രാ ആഡ് ചെയ്യുക, കുറച്ച് ബ്ലഷ് ആഡ് ചെയ്യുക. പിന്നെ പാർട്ടി മേക്കപ്പായി. പിന്നെ വേണമെങ്കിൽ നമുക്ക് കാജൽ യൂസ് ചെയ്യാം. അപ്പോൾ പാർട്ടി മേക്കപ്പായി. ഓക്കെ, പിന്നെ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ടൊരു ഗ്ലോസി ആ ഒരു മിനിമൽ ലുക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ മേക്കപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞേ ഉള്ളൂ.
അപ്പോൾ അതാണ് ഇപ്പോൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ടോണായിട്ട് ഭയങ്കരമായിട്ട് സെറ്റ് ആവും ഇത്. ഓക്കെ, അപ്പം അത് ഏത് മേക്കപ്പ് ഇട്ടാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്കിന്നിൽ ആ ഒരു ബോഡി ഹീറ്റ് അടിച്ചിട്ട് അത് നമ്മളുടെ ഒരു നാച്ചുറൽ ടോണായിട്ട് മാറും കേട്ടോ. നമ്മുടെ പ്രോപ്പർ സ്കിൻ ടോൺ ചൂസ് ചെയ്താലാണ്. ഇപ്പം നമ്മളുടെ സ്കിൻ ടോണിനേക്കാളും ഇപ്പോൾ കുറച്ചൊരു 3-4 ടോൺ കൂടുതലാണെങ്കിൽ അത് അതുപോലെ തന്നെ ഇരിക്കും, ഓക്സിഡൈസ് ആവും, കളർ മാറും കേട്ടോ. എപ്പോഴും നമ്മളുടെ ഒരു നാച്ചുറൽ സ്കിൻ ടോൺ ചൂസ് ചെയ്യാം. നമ്മുടെ സ്കിൻ ടോണിനേക്കാൾ ഒരു ടോൺ എക്സ്ട്രാ ആണെങ്കിലും കുഴപ്പമില്ല. അത് ഇരുന്നിട്ട് നല്ലപോലെ സെറ്റായി നല്ല ടോൺ ആയിക്കോളും. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഭയങ്കര സിമ്പിളാണ്. നമുക്കൊരു 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പാണിത്. നമുക്ക് എവറിഡേ മേക്കപ്പാണ്, ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന മേക്കപ്പാണ്. സമ്മർ മേക്കപ്പാണ്, ഗ്ലോസി മേക്കപ്പാണ്, ഡ്യൂയി മേക്കപ്പാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള സാധനങ്ങളാണ് ഞാൻ ചൂസ് ചെയ്തത്. എൻ്റെ അടുത്ത് കുറേ പ്രീമിയം ബ്രാൻഡ്സ് ആണ്. കാരണം ഞാനിപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടിട്ട് നമ്മളുടെ ക്ലയൻസ് പ്രിഫർ ചെയ്യുന്നത് പ്രീമിയം പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രീമിയം പ്രൊഡക്ട്സ് ആണ് എല്ലാം സ്റ്റോക്ക് ചെയ്തേക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ എവരുടെ യൂസിന് ഇപ്പോൾ ഇത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റിനനുസരിച്ച് നിങ്ങൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ കൗണ്ടറിൽ നേരിട്ട് പോയിട്ട് എന്താ പറയുക, ആ പ്രൊഡക്റ്റ് നമ്മളുടെ സ്കിന്നിൽ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം മേടിക്കാം. പിന്നെ ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ നമുക്ക് നൈക്ക ത്രൂ ഒക്കെ ഓർഡർ ചെയ്യാം, ഓൺലൈൻ ത്രൂ ഒക്കെ ഓർഡർ ചെയ്യാം. അപ്പോൾ അതുപോലെ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ടോണി ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ്, ടോണി ദ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും മേക്കപ്പ് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എന്നെ കോൺടാക്ട് ചെയ്യാം ഇൻസ്റ്റാഗ്രാം ത്രൂ. ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് എനിക്ക്, അത് ടോണി ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം, എൻ്റെ വർക്ക്സുകൾ കാണാം, എൻ്റെ അപ്ഡേറ്റ്സുകൾ കാണാം. അപ്പോൾ പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇതുപോലെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ഇനി വരും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.